ദേ നമ്മളപ്പോ ഇന്നൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കുകയാണ്. ബിനീഷേന്റെ ഒരു സർപ്രൈസ് ആയിട്ട്. ബിനീഷേനെ ഇവിടെ ഇല്ല, വരുമ്പോഴത്തേക്ക് റെഡി ആകാനുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ ചട്ടി എടുത്തിട്ട് വാഴല വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് കാണാം. ദേ നമുക്ക് നല്ല ചൂട് കുത്തിരി ചോറുണ്ട്, ആവി പറക്കുന്നേ ഉള്ളൂ. പിന്നെ നല്ല ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, മോരുകറി, ചിക്കൻ ഫ്രൈ, നല്ല കൊഴുവ വറുത്തതുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം തേങ്ങാ ചമ്മന്തി ഉണ്ട്, പിന്നെ കണ്ണ് കിട്ടാതിരിക്കാൻ ഇച്ചിരി ക്യാബേജും ക്യാരറ്റും കൂടി തോരൻ വെച്ചതുകൊണ്ട്. ഇനി പച്ചക്കറി ഒന്നും ഇല്ല എന്നുള്ളൊരു പരാതി വേണ്ട. പിന്നെ നമ്മുടെ സ്വന്തം മുട്ടയുണ്ട്, പിന്നെ ഇച്ചിരി നാരങ്ങ അച്ചാറും. അപ്പൊ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. ആദ്യം നമുക്കപ്പോ ഇച്ചിരി ചൂട് ചോറ് ആ വാഴലയുടെ മേളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം നിരത്തി. വിനീഷേനാണെങ്കിൽ ഒത്തിരി ചോറ് ഇഷ്ടമല്ല, ചോറിന്റെ കൂടെ കറികളാണ് കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച് ചോറിടാം. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചെമ്മീൻ റോസ്റ്റ് ഇടാം. നമുക്കപ്പോ ഇച്ചിരി ചെമ്മീൻ റോസ്റ്റ് ഇതിന്റെ ഇടയിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചോറ് ഇളക്കി വരുമ്പോ ഇതിന്റെ ടേസ്റ്റ് അങ്ങ് കിട്ടും, ചൂടോടെയുള്ള ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് പിന്നെയും കുറച്ച് ചോറിടാം. ഇത് ഞങ്ങൾക്ക് 2 പേർ കൂടി കഴിക്കാനുള്ളതാണേ. അപ്പൊ അതെ നമ്മൾ ചോറിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി അതിനകത്ത് നമുക്ക് കറികൾ വെക്കാം. ആദ്യം നമുക്ക് 2 കഷ്ണം ചിക്കൻ വറുത്തത് വെക്കാം. പിന്നെ നമ്മുടെ തോരൻ കുറച്ച് വെക്കാം. പിന്നെ നമ്മുടെ സമ്മന്തി, പിന്നെ ദേ നമ്മുടെ മീൻ വറുത്തത്, നല്ല മൊരാന്നുള്ള നമ്മുടെ മീൻ വറുത്തത്. പിന്നെ നമുക്ക് നമ്മുടെ ബീഫ് ഫ്രൈ, നല്ല ഡ്രൈ ഫ്രൈ ആണേ. ആ പൊടിയൊക്കെ കൂടി അങ്ങ് കിടക്കട്ടെ. മോരുകറി നടുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി മതി, ഒത്തിരി വേണ്ട. പിന്നെ ലാസ്റ്റ് നമുക്ക് അതിനു മുമ്പ് നമ്മുടെ അച്ചാർ വെക്കാൻ മറന്നുപോയി. നമുക്ക് ഇച്ചിരി അച്ചാർ അങ്ങ് വെക്കാം. അപ്പൊ അച്ചാർ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി. പിന്നെ നമുക്ക് ലാസ്റ്റ് മേളിലായിട്ട് നമ്മുടെ സ്വന്തം മുട്ടക്കൊട്ടൻ വെച്ചു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളിലൊരു ചെറിയ വാഴല വെച്ച് പയ്യെ അങ്ങ് കവർ ചെയ്തിടാം. നമുക്കിത് കൊണ്ടുപോയി ബിനീഷേന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് ബിനീഷേനോട് കഴിച്ചോണ്ട് റിവ്യൂ അറിയാൻ പറയാം. കറി എത്ര കൂട്ടം കറി ഉണ്ടെന്ന് അറിയോ? 10 കൂട്ടം കറിയുണ്ട്. ഇത് ഇത്ര ഉള്ളല്ലേ? ഇന്നലെ നൈറ്റും കഴിഞ്ഞ് വന്ന് ഇത്ര ഉണ്ടാക്കി വെച്ചപ്പോ ചോദിക്കും ഇത്ര കൂട്ടം കറി ഉള്ളന്നല്ലേ. എന്റെ ഇത്രയും നേരത്തെ എല്ലാ പരിശ്രമങ്ങളും വെറുതെ ആയിപ്പോലോ നിഷേട്ടാ. കൊഞ്ചുന്നുണ്ട് ഞാൻ. ശരി, ഇങ്ങനെയുണ്ട്. അപ്പൊ ശരി, ദേ ഞാനങ്ങനെ കഴിക്കട്ടെ. എനിക്കിത് കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ വയ്യ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.